വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് രാവിലെ എണീറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് അരി കുതിർക്കുക അരയ്ക്കുക ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 മീഡിയം സൈസുള്ള തക്കാളി നന്നായിട്ട് അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറുള്ള ഒരു ദോശയാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/4 കപ്പ് സവാള ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവുള്ളതാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് 1/2 കപ്പ് റവയാണ് കേട്ടോ. വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് എടുക്കുന്ന പൊടിയാണ്. പിന്നെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു തക്കാളിയുടെ ആ ഒരു മിക്സിലേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം നമ്മൾ എത്ര എടുത്തു എന്നുള്ളത് ഞാൻ പറയാം. ആദ്യം കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക, എന്നാലും നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ കുറച്ചൊന്നും തിക്കായിട്ടല്ല, നമുക്ക് കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ലൂസാക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു ദോശ ഒന്ന് ചുട്ട് നോക്കുക. എന്നിട്ട് കട്ടിയായിട്ടാണ് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത്യാവശ്യം ചൂടുള്ളപ്പം വേണം നമ്മൾ ദോശയുടെ ബാറ്റർ ഒഴിക്കാനായിട്ട്. അത് ഒരുപാട് ഒഴിക്കണ്ട, ഒരു തവിയൊക്കെ ഒന്ന് ഒഴിച്ചാൽ മതി. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഹോളൊക്കെ വരുന്ന ടൈപ്പിലുണ്ടാവും. നമ്മൾ നീർദോശൻ്റെ മാവില്ലേ ആ ഒരു രീതിക്കാണ് ഇത് ഉണ്ടാവുക. ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരും. നന്നായിട്ട് മൊരിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒത്തിരി നന്നായിട്ട് മൊരിയണമെന്നുണ്ടെങ്കിൽ മാത്രം മറിച്ചിട്ടാൽ മതി. അപ്പം ഞാൻ മറിച്ചിടാതെ തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവും. പിന്നെ ചൂടോടെ തന്നെ വേണം ഇത് കഴിക്കാൻ. കുറച്ച് കഴിയുമ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ട് പോവും. പിന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പാനിൽ തന്നെ ചെയ്തെടുക്കണം, എന്നാലേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. നല്ല പാനാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതിൻ്റെ കൂടെ നമുക്കൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക്